അപ്പൊ ഇത്തവണയും തല്ലുണ്ടാക്കി. എല്ലാത്തിനും കാരണം ഈ അപ്പനാന്ന്. വളരും തോറും അപ്പന്റെ കുരുത്തക്കേട് കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടിയൊന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു അത്രയും തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴും. പോകാൻ തന്നെയാ വന്നത്. അത് നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. മോനെ, ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചേ. എന്തത്? എന്റെ രാജിക്കത്ത. ഓ, തയ്യക്കാരി രാജി. അവള് കത്ത് വായിച്ചോ? ഓ, രാജി എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ ചുണ്ടിൽ തേനൊലിക്കല കണ്ട. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കിക്ക് എറിഞ്ഞു കൊടുക്കും. ദേ, നീ ഇത് പിടിച്ചേ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. അയ്യോ, ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിനി നാട്ടുകാരെ ഇടി കൊള്ളാൻ വയ്യ. ഒരു ദിവസം പട്ടന്മാരുടെ ഇടി, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടി, അങ്ങനെ ജാതി മാറി ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗോവയിൽ നിന്ന് ഞാൻ നല്ല ഫെനി കൊണ്ടുന്നുണ്ട്. പനിയാ? പന്നി പനിയാ? അതൊന്നുമല്ല, ഫെനി. ഓഫീസിൽ പോയി വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 2 അടിച്ചിട്ട് തോമസ് ചേട്ടന്റെ ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. വാ വാ. അതെ, സ്കൂള് വിട്ട് പെൺകുട്ടികൾ പോണ നേരം